നന്ദനന്ദനി ഗോവിന്ദ ഗോനാഥ സുന്ദരരൂപമുകുന്ദ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ ചതുർയുഗ വർണ്ണന വരികൾ സഹിതം തുടരുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സൽക്കർമ്മജാതികൾ ക്ഷീണരായി വന്നിടം മിക്കതും കാടായി വരുന്നിതു മേദിനി. എല്ലാം ദുരാചാര നിർദ്ദയശീലരായി കുള്ളരായി ദുർഭകരായി കൊണ്ടുവർത്തിച്ചു. ഏറ്റം വിഷയികൾ ശൂദ്രരജമാനർ ഊറ്റമോടി ഭവിച്ചിടുന്നിതു കലവും. മ്ലേച്ഛരായു രജമാനരാകും വിധൗ രൗദ്രകർമ്മങ്ങൾ വർദ്ധിച്ചു വരും കലു. സത്വരജസ്തമസ് എന്ന ഗുണത്തിനാൽ പൃഥ്വിയിലുള്ള പ്രജകൾ തൻ പോക്കലേ നിന്നു. ഗുണങ്ങൾ വികാരഭേദങ്ങളായി തന്നെ കൃതത്രേതോപരവും കലി എന്നിങ്ങനെയുള്ള 4 യുഗങ്ങളും മുന്നേമേയുള്ള ത്രിഗുണമയമല്ലൂ. ഓരോ യുഗ സ്വഭാവങ്ങൾ തന്നാക്രമം ഓരോ ഗുണമതുകാലത്തു. സൽഗുണ സ്വാഭാവികം പ്രജകൾക്കു ബുദ്ധീന്ദ്രിയ സ്വാഭാവികം തൽഗുണത്താൽ മോദിച്ചിടും. സത്വഗുണം കൊണ്ടു തന്നെ കൃതയുഗം സാത്വികമാം പ്രജകൾക്കന്നു ബുദ്ധിയും ജ്ഞാനത്തിലും തപസ്സിങ്കലുമാം വൃത്തി. പിന്നെ രജോ ഗുണം കൊണ്ടു ത്രേതായുഗം അന്നു ജനങ്ങൾക്കു ബുദ്ധി പ്രവർത്തിപ്പൂ. കാമ്യകർമ്മത്തിൽ യശസ്സിങ്കലുമായി പിന്നെ രജോ ഗുണം താമസത്താലുമായി ഒന്നിച്ച് മിശ്രമാകുന്നിതു ദോപരം. അന്നു പ്രജകൾക്കു ബുദ്ധി ലോഭത്തിലും താനെന്നഭിമാന ഡംബമസന്തുഷ്ടി ജ്ഞാനമില്ലായ മാത്സര്യമിത്യാദിയാൽ സംയുതമായിട്ടു കാമ്യകർമ്മങ്ങളിൽ താനേ പ്രവർത്തിച്ചിരിപ്പൂ ജനമെല്ലാം. പിന്നേതു താമസമായ കലിയുഗി തന്ത്രി ചതി കപടമസത്യങ്ങളും പേടിയും ദുഃഖവും ഇത്യാദി കർമ്മങ്ങൾ ആടലുമേറ്റമാം ബുദ്ധി കലിയിങ്കൽ. ദൈന്യവുമായിരിക്കും കലികർമ്മങ്ങൾ മന്നിടത്തിങ്കൽ അനേക പ്രജകൾക്കും. ഇങ്ങനെ 3 ഗുണാൾ യുഗം 4താമെന്നതിൽ സത്വം എപ്പോൾ ഹൃദി തോന്നുന്നിതപ്പോൾ കൃതയുഗം. രാജസം തോന്നിയാലപ്പോഴേ ത്രേതായുഗമെന്നുമാകിലാം.
സത്വരജോയുക്തമായി കലരും ബുദ്ധി അപ്പോഴേ ദ്വാപരമാം യുഗമെന്നതാം. താമസമെപ്പോൾ ഉദയമതു കലികാലമെന്നും പറയും ജ്ഞാനലക്ഷണേ. താമസമം കലിധർമ്മങ്ങൾ കേൾക്കടോ, താമസവൃത്തികൾ കേട്ടറിയും വിധൗ. താമസം പോയി സാത്വികം തെളിയുന്നു. നല്ല ജനത്തിനതുകൊണ്ടു ചൊല്ലുവൻ നല്ല തന്നെയിരിക്കുന്ന കലിയുഗേ. അന്യോന്യ ശുദ്രദൃഷ്ടന്മാർ മനുഷ്യരും ഭിന്ന ഭാഗ്യർ ബഹുപോക്താക്കളായുള്ളൂ. നാരികൾക്കില്ല വൃത്തിക്കു ഗുണമൊട്ടും സ്വൈരിണികളസതികൾ യുവതികൾ പുഞ്ചലികൾ യുവതീ ജനമൊക്കെയും നിശ്ചയിക്കാം മനസ്സാലതെന്നാകിലും. ദസ്യൂക്കൾ പോലെ ഗുണവൃത്തി മിക്കതും ദസ്യൂക്കളെ കൊണ്ടു തന്നെ വ്യാപാരവും. വേദങ്ങൾ പാഷണ്ഡരാലെ ദുഷിപ്പിച്ചു വേദത്തെ നിർത്തി ഭാഷണ്ഡമതമാക്കും. രാജാക്കൾ തങ്ങൾ പ്രജകളെയൊക്കെയും കാര്യലാഭം നോക്കിയൊക്കെ ദുഃഖിപ്പിക്കും. ബ്രാഹ്മണർ ശിഷ്ണോദരപരമാത്രരായ നിർമ്മലമാം വ്രതമൊന്നുമില്ലാതെയാം ബ്രഹ്മചാരിക്കു ശുചിയുമറിവില. ശീലം കുടുംബികൾക്കൊക്കെ ഭിക്ഷാടനം. താപസന്മാർ ഗ്രാമവാസികളായി വരും. സന്യാസികൾ അർത്ഥത്തിലേറ്റവും ലോഭികൾ. കായം ചെറുപ്പമായി ഭക്ഷണമേറ്റമായി ജായാരതിയേറ്റം മക്കളുമേറ്റമാം. വേഗമവർക്കു ജനനവും നാശവും വൈരവും തമ്മിൽ കഠിനവാക്യങ്ങളും പൂർവവേദങ്ങൾ ചൊൽക്കേട്ടുവാദിക്കയും. കേവലം വേദാർത്ഥമൊന്നുമേയില്ലല്ലോ. നാരികൾ കാഠിന്യമേറെ പറഞ്ഞിടും ചൗര്യവുമേറ്റം നടിപ്പൂമായായുധം. കാര്യം നനച്ചു മഹാസാഹസങ്ങളും കാര്യലാഭം കൊടുത്തോര് നിന്ദിക്കയും. ദ്രവ്യത്തിനായി ക്ഷുദ്രയിഷ്ടി കർമ്മങ്ങളും ദ്രവ്യലാഭത്തിനായി യജ്ഞങ്ങൾ ചെയ്യുകയും. സന്യാസികൾ കൂടെ കർമ്മമതും ചെയ്യും. വന്നണയുന്നോരാപത്തിൽ ത്യജിക്കയും. നിന്ദയുമേറ്റമാം സജ്ജനത്തെ കൊണ്ടു നന്നായ കർമ്മമാരാനും കഴിക്കിലോ. നന്നായതിനെ നിന്ദിപ്പൂ മറ്റെല്ലാരും. മേദിനിയിൽ ജന്മകാണഭേദങ്ങളായി മോദേന ദ്രവ്യം പതിപ്പിച്ചെഴുതിക്കും. ദ്രവ്യങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ട് സൂക്ഷിച്ചു ദ്രവ്യനാശം വരുത്തുന്നു ധർമ്മം വിനാം. ഭൃത്യനായുള്ളവൻ തന്നെ സകലർക്കും ഉത്തമനെന്നു പ്രഭുത്വമാക്കും ജനം. സ്വാമിയെ ദ്രോഹിക്കും ഭൃത്യജനങ്ങളും. സ്വാമിതൻ കാമിനി ഭൃത്യങ്കലായി വരും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വാദശ സ്കന്ധത്തിൽ ചതുർയുഗ വർണ്ണന വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.